വടക്കേയറ്റത്ത് ചരിത്രത്തിൻ്റെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ഈറ്റില്ലമായ കണ്ണൂരിൽ അറബിക്കടലിൻ്റെ ശാന്തമായ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ സങ്കേതമുണ്ട്. ചാലാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കാലപ്പഴക്കത്താൽ മാറ്റുകൂടുകയും ഐതിഹ്യങ്ങളാൽ സമ്പന്നമാകുകയും ചെയ്ത ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പവിത്രവും പഴക്കമുള്ളതുമായ ശാസ്താക്ഷേത്രങ്ങളുടെ ശ്രേണിയിൽ മുൻനിരയിൽ നിൽക്കുന്നു. കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് നിന്ന് കഷ്ടിച്ച് 4 കിലോമീറ്റർ മാത്രം പടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം. ചാലാട് ക്ഷേത്രം കണ്ണൂരിലെ ഒരു വലിയ ജനവിഭാഗത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. പള്ളിക്കുന്ന് പഞ്ചായത്തിലെ ചാലാട്, മണൽ, അലവിൽ, ആറാംകോട്ടം, പന്നേൻപാറ, പടന്നപ്പാലം, പയ്യാമ്പലം തുടങ്ങിയ ദേശങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മഹാക്ഷേത്രം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. ചാലാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ഐതിഹാസികമായ ഉത്ഭവം, ആരാധനാ സങ്കല്പം, സാമൂഹിക ചരിത്രം, കൈമോശം വന്ന ഊരായ്മ അവകാശങ്ങൾ, പുനഃപ്രതിഷ്ഠയുടെ കഥ, ഒപ്പം ഈ ക്ഷേത്രം കണ്ണൂരിലെ വിശ്വാസി സമൂഹത്തിൽ ചെലുത്തുന്ന ആഴത്തിലുള്ള സ്വാധീനം എന്നിവയെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ചാലാട് ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റ് ശാസ്താക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ ആരാധനാമൂർത്തിയുടെ സവിശേഷ സങ്കല്പമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി അശ്വാരൂഢനായ ശ്രീ ധർമ്മശാസ്താവാണ്. ശാസ്താവ് അഥവാ അയ്യപ്പൻ സാധാരണയായി യോഗപട്ടമിട്ട് ധ്യാനഭാവത്തിലാണ് മിക്ക ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ചാലാട് ക്ഷേത്രത്തിലെ അശ്വാരൂഢ, അതായത് കുതിരപ്പുറത്തിരിക്കുന്ന സങ്കല്പം തികച്ചും വ്യത്യസ്തമാണ്. ധർമ്മശാസ്താവ് എന്ന പേരിന് അന്വർത്ഥമാക്കും വിധം ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനും ധർമ്മരക്ഷയ്ക്കായി കുതിരപ്പുറത്തെഴുന്നള്ളുന്ന ഒരു യോദ്ധാവിന്റെ ഭാവമാണ് ഇവിടെ ശാസ്താവിനുള്ളത്. ഈ സങ്കല്പം സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ഒരാരാധനാലയം എന്നതിലുപരി ദേശരക്ഷയുടെയും ഭരണത്തിന്റെയും കേന്ദ്രമായിരുന്നിരിക്കാം എന്നാണ്. ഒരു ഭരണാധികാരിയെപ്പോലെ അല്ലെങ്കിൽ ഒരു സൈന്യാധിപനെ പോലെ ദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്ന ഒരു ഭരദേവനായി ശാസ്താവിനെ ഇവിടെ ആരാധിക്കുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വേഗത്തിൽ മോചനം നേടാൻ ഈ വേഗത്തിൽ സഞ്ചരിക്കുന്ന ശാസ്താവിനെ ആശ്രയിക്കുന്നു. ശബരിമലയിലെ ശാസ്താവ് തപസ്സനുഷ്ഠിക്കുന്ന പരമശാന്തനായ യോഗീശ്വരനാണ്. എന്നാൽ ചാലാട്ടെ ശാസ്താവ് കർമ്മനിരതനാണ്. ദേശഭരണം കൈയാളുന്ന സർവാധിപത്യമുള്ള ദൈവമാണ്. ഈ ദ്വന്ദ്ഭാവം അയ്യപ്പ സങ്കല്പത്തിന്റെ വൈവിധ്യത്തെയാണ് വിളിച്ചോതുന്നത്. ചാലാടിന്റെ പ്രൗഢിയിൽ ഈ സങ്കല്പത്തിന് പ്രഥമ സ്ഥാനമുണ്ട്. ഈ ഭാവം കൊണ്ടാകാം പൗരാണിക കാലത്ത് ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് പറനെല്ല് വരമായി ലഭിച്ചിരുന്നത്. ഈ വരുമാനം അക്കാലത്ത് ക്ഷേത്രം ഒരു വലിയ സാമ്പത്തിക സ്ഥാപനം കൂടിയായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേരളത്തിലെ തന്നെ ഒരു പുരാതനമായിട്ടുള്ളൊരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഉത്തരമലബാറിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ മാത്രമായിട്ടുള്ളൊരു ക്ഷേത്രം വളരെ അപൂർവമാണ്. അതിലൊരു പ്രധാനപ്പെട്ട വില്ലാളി വീരനായിട്ടുള്ള അശ്വാരൂഢനായ ധർമ്മശാസ്താവ് ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറയപ്പെടുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മഹാക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ അതുമാത്രമല്ല, ഇവിടെ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ശാസ്താവാണെങ്കിലും ശാസ്താവിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും പടിഞ്ഞാറ് ഭാഗത്തോട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം കടൽ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള പ്രധാന കാരണം അതാണെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനപ്പെട്ട പൂജകളെന്ന് പറയുമ്പോൾ ഇവിടെ ചുറ്റുവിളക്ക് നിർമ്മാല അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട്. പിന്നെ അതുപോലെ തന്നെ ശനിപൂജ, നീലാഞ്ജനം, എള്ളുതിരി, പിന്നെ എള്ളുപായസം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. ചുറ്റുവിളക്ക് നിർമ്മാല എന്ന് പറയുമ്പം നമുക്ക് പിന്നെ സർവ്വ ഐശ്വര്യത്തിനും അതുപോലെ സമ്പൽ സമൃദ്ധിക്കും ഒക്കെയുള്ള ഒരു പ്രധാന വഴിപാടായിട്ടാണ് ചുറ്റുവിളക്ക് നിർമ്മാല അറിയപ്പെടുന്നത്. ശാസ്താവിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു വഴിപാടാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുമ്പം കയറ് ഒപ്പിക്കുക, അതൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. കയറൊപ്പിക്കുക എന്ന് പറയുമ്പം ആസ്മ, അതുപോലെ വലിവ്, ഇങ്ങനെയുള്ള ഏക്കം, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കയറ് ഉഴിഞ്ഞ് വയ്ക്കുക, സമർപ്പിക്കുക, ശാസ്താവിനെ സമർപ്പിക്കുക, അതാണ് അതിൻ്റെ ഒരു ഇത് പറയപ്പെടുന്നത്. അതിലൂടെ വിശേഷ ദിവസങ്ങളെന്ന് പറയുമ്പം ശനിയാഴ്ച ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ശനീശ്വരനാണ്, അപ്പോൾ ശനിയാഴ്ചയാണ് ഏറ്റവും പ്രധാനം. പിന്നെ അതുപോലെ തന്നെ ബുധനാഴ്ച, പിന്നെ ഉത്രം നക്ഷത്രം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നാലമ്പലത്തിനുള്ളിൽ നാഗപ്രതിഷ്ഠയുള്ളൊരു അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് ഇവിടുത്തെ ക്ഷേത്രം. ഇത്
നാലമ്പലത്തിനുള്ളിൽ ഇപ്പം പിന്നെ കന്നിമൂലയിൽ നാഗപ്രതിഷ്ഠ മറ്റെവിടെയും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഇതാണ്. അപ്പോൾ ആയില്യനാളിൽ നാഗത്തിന് പ്രധാന വഴിപാട് ആയില്യത്തിന് പ്രധാനമാണ്. ചാലാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് സഹസ്രാബ്ദം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഭവം അന്വേഷിക്കുമ്പോൾ അത് പലപ്പോഴും ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ചെന്ന് മുട്ടാറുണ്ട്. ചാലാട് ക്ഷേത്രത്തിന്റെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല. കേരളോൽപത്തിയുമായി ബന്ധപ്പെട്ട പരശുരാമന്റെ ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജമദഗ്നി മഹർഷിയുടെ ആജ്ഞപ്രകാരം സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്ന പരശുരാമൻ ഈ പാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നിരവധി പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രതിഷ്ഠകളിലൊന്നാണ് ചാലാട് ക്ഷേത്രമെന്നാണ് വിശ്വാസം. പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ശൈശവ വൈഷ്ണവസങ്കലനം ഒരു പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നു. ശാസ്താവ് തന്നെ ശിവന്റെയും വിഷ്ണുവിന്റെയും മോഹിനി രൂപത്തിന്റെയും പുത്രനായതിനാൽ ഈ സങ്കലനം ശാസ്താവിന്റെ മൂലസങ്കല്പത്തിൽ തന്നെ അന്തർലീനമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച സ്ഥലങ്ങളിൽ ഈ രണ്ട് ശക്തികളുടെയും സന്തുലിതമായ ഒരു സാന്നിധ്യമുണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇത് ക്ഷേത്രത്തിന്റെ ചൈതന്യം കൂട്ടുന്നു. പൗരാണികതയിൽ ഈ ദേശത്തിന്റെ പേര് ശാലാരണ്യപുരം എന്നായിരുന്നു. ശാല എന്നാൽ വേദപാഠശാല, സങ്കീർത്തന സ്ഥലം അല്ലെങ്കിൽ ഒരു വലിയ കൂടാരമെന്നും, ആരണ്യ എന്നാൽ വനം, കാട് എന്നും, പൂരമെന്നാൽ നഗരം, ദേശമെന്നുമാണ് അർത്ഥമാക്കുന്നത്. അതായത് ശാലാരണ്യപുരം എന്നതിന്റെ അർത്ഥം വനങ്ങൾ നിറഞ്ഞതും എന്നാൽ ശ്രേഷ്ഠരായ ബ്രാഹ്മണർ യാഗങ്ങളും സങ്കീർത്തനങ്ങളും നടത്തിയിരുന്നതുമായ ഒരു പുണ്യസ്ഥലം എന്നാണ്. ക്ഷേത്ര പരിസരത്ത് നടന്നു വന്നിരുന്ന യാഗങ്ങളും വേദപാരായണങ്ങളും ഈ പേരിനെ സാധൂകരിക്കുന്നു. കാലക്രമേണ ശാലാരണ്യപുരം എന്ന പേര് ലോപിച്ച് സംസാരിക്കാനുള്ള സൗകര്യത്തിനായി അത് ചാലാടെന്നാക്കി ചുരുക്കി. ഒരു സ്ഥലപ്പേര് അതിന്റെ ചരിത്രപരമായ വേരുകൾ എങ്ങനെ പേറുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണത്. ഒരു കാലത്ത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളെയും പോലെ ചാലാട് ക്ഷേത്രത്തിന്റെയും ഭരണം അവിടുത്തെ പ്രബലരായ ചില തറവാടുകളിലും ഇല്ലങ്ങളിലും നിക്ഷിപ്തമായിരുന്നു. ഈ സംവിധാനത്തെയാണ് ഊരായ്മ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന്റെ പരിപാലനം, ഉത്സവം നടത്തൽ, വരുമാനം വിനിയോഗിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഈ ഊരാളന്മാർക്ക് പരമാധികാരമുണ്ടായിരുന്നു. ചാലാട് ക്ഷേത്രത്തിന്റെ പൗരാണികമായ ഊരായ്മ 5 തറവാട്ടുകാരിൽ അഥവാ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായിരുന്നു. 1 ഊരാളൻ പയ്യൻ വെള്ളാറ്റിൻകര തറവാട്, 2 വെങ്കിലോട്ടില്ല, 3 കുന്നാവുമാവിലെ തറവാട്, കൂടാതെ ചേമഞ്ചേരി തറവാട്, അലവിൽ തളാപ്പൻകാവിലെ വീട് എന്നിവയായിരുന്നു ഈ 5 പേർ. ഈ തറവാടുകളുടെയും ഇല്ലങ്ങളുടെയും സംരക്ഷണത്തിൽ ദേശഭരദേവനായി ശ്രീ ധർമ്മശാസ്താവ് വാഴുകയും അരുളുകയും ചെയ്തു. ക്ഷേത്രം ഒരു ആരാധനാലയം എന്നതിലുപരി സമൂഹത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന ഈ വിവരണത്തിലുണ്ട്. ധർമ്മശാസ്താവിന് ആയിരക്കണക്കിന് പറനെല്ല് വരമായി ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് അന്നത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ക്ഷേത്രത്തിനുണ്ടായിരുന്ന പ്രാധാന്യം വെളിവാക്കുന്നു. അന്നത്തെ കാലത്ത് പണമായിട്ടല്ല, മറിച്ച് നെല്ലായിട്ടായിരുന്നു നികുതിയും വഴിപാടുകളും ഒക്കെ നൽകിയിരുന്നത്. 1000 പറ നെല്ലെന്നത് വലിയൊരു സാമ്പത്തിക മൂലധനമാണ്. ഇത് ക്ഷേത്രത്തിലെ നിത്യനിദാനം, ഉത്സവാഘോഷങ്ങൾ, ജീവനക്കാരുടെ ശമ്പളം, ഒപ്പം ദേശത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള സഹായം എന്നിവയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു. ഈ ഊരാളന്മാർക്ക് ക്ഷേത്രഭരണത്തിൽ പങ്കുണ്ടായിരുന്നതുകൊണ്ട് ദേശത്തിലെ ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് അവരുടെ കടമയായിരുന്നു. ക്ഷേത്രവും ജനങ്ങളും തമ്മിലുള്ള പാലമായിരുന്നു ഊരായ്മ സമ്പ്രദായം. ചാലാട് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ കഥ ഏതാണ്ട് 700 വർഷങ്ങൾ മുൻപ് നടന്നൊരു അപ്രതീക്ഷിത സംഭവമാണ്. ഇത് കേവലം ഒരു ഐതിഹ്യമല്ല, മറിച്ച് ക്ഷേത്രത്തിന്റെ പുനഃസ്ഥാപനത്തിന് കാരണമായ ഒരു യഥാർത്ഥ സംഭവമായി കണക്കാക്കപ്പെടുന്നു. ഊരാളന്മാരുടെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന പ്രധാന ഉത്സവമാണ് വാവുത്സവം. തുലാമാസത്തെ വാവിനാണ്, കറുത്ത വാവിനാണ് ഇവിടെ ഉത്സവം നടത്താറുള്ളത്. മുൻകാലങ്ങളിൽ ആ ഒരു ദിവസം മാത്രമാണെങ്കിലും പിന്നീട് അത് 3 ദിവസത്തേക്കാക്കി നീട്ടിയിരിക്കുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വിശേഷമായിട്ട് മണ്ഡലകാലം, മകരവിളക്ക് തുടങ്ങിയ ദിവസങ്ങളിലും 41 ദിവസം ചുറ്റുവിളക്കോട് കൂടിയ ഉത്സവങ്ങളാണ് നടത്താറുള്ളത്. അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനം ഫെബ്രുവരി 4-നാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. അന്ന് ഇവിടെ വിശേഷാൽ ചടങ്ങുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ശിവരാത്രി മഹോത്സവം ഇവിടെ നടത്താറുണ്ട്. തിരുനൃത്തത്തോടു കൂടിയുള്ള ശിവരാത്രി ഉത്സവം ഇവിടെ
പ്രാധാന്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ നീലാഞ്ജനം, നെയ്വിളക്ക്, എള്ളുതിരി, അതുപോലെ തന്നെ ശനിപൂജ എന്നിവയാണ് പ്രധാന വഴിപാട്. അതിൽ ഒരു ക്ഷേത്രത്തിലുമില്ലാതെ കയർ വഴിപാട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വഴിപാടുണ്ട്. കയർ ഒപ്പിക്കൽ ചടങ്ങ്, അതും ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ ശ്രീ ധർമ്മശാസ്താവാണ്, അശ്വാരൂഢ ശാസ്താവാണ് ഇവിടെയുള്ളത്. അതായത് അശ്വത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ധർമ്മശാസ്താവിൻ്റെ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ട് ഉള്ളത്. ഈ വാവുത്സവത്തിന്, തുലാമാസത്തെ വാവുത്സവത്തിന് കടപ്പുറത്ത് ആറാട്ടോടുള്ള ഉത്സവമാണ് ഉണ്ടാകാറുള്ളത്. അതുകൂടെ തന്നെ ഇവിടെ 3 പ്രതിഷ്ഠയാണ്. ഒന്ന് ധർമ്മശാസ്താവ്, പിന്നെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാതെ നാഗപ്രതിഷ്ഠ ഇപ്പോൾ നാലമ്പലത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ചാലാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതുപോലെ തന്നെ പുറത്ത് നാലമ്പലത്തിന് പുറത്ത് ചുറ്റമ്പലത്തിലുള്ള ബ്രഹ്മരക്ഷസ്, ഗുരു എന്നറിയപ്പെടുന്ന ബ്രഹ്മരക്ഷസിൻ്റെ സ്ഥാനം കൂടി ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാണ്ട് 700 വർഷം മുൻപ് പയ്യാവൂർ എന്ന ദേശത്ത് നിന്ന് ഒരു ഗുരുശ്രേഷ്ഠനും അദ്ദേഹത്തിന്റെ ഭാര്യയും തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. ഭജനത്തിനും ഉപവാസത്തിനുമായി അവർ കുന്നിച്ചൻപടി എന്ന സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി താമസിച്ചു. ഈ ദമ്പതികൾക്ക് തപസ്സിലൂടെയും ഭജനത്തിലൂടെയും ലഭിച്ച ആത്മീയ ചൈതന്യം ഒരു സ്വപ്ന ദർശനത്തിലേക്ക് നയിച്ചു. സ്വപ്നത്തിൽ ബീജവർദ്ധകമായ ഒരു വള്ളിക്കിഴങ്ങ് ഒളിപ്പിച്ച സ്ഥലത്തെക്കുറിച്ച് അവർക്ക് ദർശനമുണ്ടായി. പിറ്റേന്ന് രാവിലെ അവർ ആ സ്ഥലത്ത് കിഴങ്ങിനായി കുഴിച്ചു നോക്കി. കിഴങ്ങിന് പകരം അവർക്ക് ലഭിച്ചത് ചൈതന്യമേറിയ ഒരു വിഗ്രഹമാണ്. അത്ഭുതപരതന്ത്രരായ ദമ്പതികൾ തങ്ങൾക്ക് ലഭിച്ച ഈ അമൂല്യനിധിയെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഈ അസാധാരണമായ കണ്ടെത്തൽ അവർ അവിടുത്തെ പ്രമുഖ തറവാടുകളിലൊന്നായ വെങ്കിലോട്ടില്ലത്തെ നമ്പൂതിരിയെ അറിയിച്ചു. അദ്ദേഹം ഒരു ജ്യോതിഷ പണ്ഡിതനും തന്ത്രിയുമായിരുന്നിരിക്കണം. നമ്പൂതിരി നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഒന്നാമതായി, വിഗ്രഹത്തെ അറബിക്കടലിൽ കൊണ്ടുപോയി ആറാടിച്ച് ശുദ്ധീകരിക്കണം. ഇത് വിഗ്രഹത്തിന് ലഭിച്ച അഴുക്കുകളോ മാലിന്യങ്ങളോ നീക്കം ചെയ്യാനുള്ള ഒരു പൗരാണിക വിധിയായിരിക്കാം. രണ്ടാമതായി, ശുദ്ധീകരിച്ച വിഗ്രഹം വെങ്കിലോട്ടില്ലത്തുള്ള ഭഗവതിയുടെ അരികിലായി വച്ച് ആരാധിക്കണം. ഇത് ശാസ്താവിന്റെ ചൈതന്യം ഭഗവതിയുടെ ചൈതന്യവുമായി ലയിപ്പിച്ച് ശക്തി വർദ്ധിപ്പിക്കാനും താൽക്കാലികമായി ഒരു സ്ഥാനത്തുറപ്പിക്കാനും വേണ്ടിയായിരുന്നു. ദമ്പതിമാർ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വിഗ്രഹം അവിടെ വെച്ച് ആരാധിക്കുകയും ചെയ്തു. ഈ സംഭവത്തിനു ശേഷം ദമ്പതിമാർ അവരുടെ സ്വദേശമായ പയ്യാവൂരിലേക്ക് മടങ്ങി. അവിടെയുള്ള സ്വത്തുക്കൾ മുഴുവൻ വിൽക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്ത് ആ സ്വത്തുമായി അവർ കുന്നിച്ചൻപടിയിലേക്ക് തിരികെ എത്തി. അവർ വിഗ്രഹം കണ്ടുകിട്ടിയ സ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശം വിലയ്ക്ക് വാങ്ങി. അനന്തരം വെങ്കിലോട്ടില്ലം തന്ത്രിയുമായി വീണ്ടും ആലോചിക്കുകയും വിധിപ്രകാരമുള്ള ചടങ്ങുകളോടെ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ പ്രതിഷ്ഠ ഇപ്പോൾ കാണുന്ന കാഞ്ഞിരമരത്തിന് എതിർവശത്തുള്ള ഒരു തറയിലായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ ദമ്പതിമാർ പയ്യാവൂരിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ് അവർക്ക് പയ്യന്മാർ എന്ന പേര് ലഭിച്ചത്. പിൽക്കാലത്ത് ഇവരുടെ പിൻതലമുറക്കാരാണ് ഊരായ്മാവകാശികളിൽ പ്രധാനികളായ പയ്യൻ വെള്ളാറ്റിൻകര തറവാടെന്നറിയപ്പെടാൻ തുടങ്ങി എന്നു കരുതാം. ഒരു ക്ഷേത്രത്തിന്റെ സ്ഥാപകരുടെ സ്മരണ നിലനിർത്തുന്നതിൽ ദേശവാസികൾക്കുണ്ടായിരുന്ന താൽപര്യം ഈ പേരിലൂടെ വ്യക്തമാകുന്നു. യഥാർത്ഥത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് കരുതുന്ന ക്ഷേത്രം കാലക്രമേണ ക്ഷയിക്കുകയും പിന്നീട് ഏതാണ്ട് 700 വർഷം മുൻപ് ഈ വിഗ്രഹം കണ്ടുകിട്ടിയതിലൂടെ ക്ഷേത്രം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ചാലാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയെയും മറ്റ് പ്രതിഷ്ഠകളെയും കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ കേരളീയ ക്ഷേത്ര ശില്പകലാരീതിയുടെയും ഹൈന്ദവ സങ്കല്പങ്ങളുടെയും സമന്വയമാണ് കാണാൻ സാധിക്കുന്നത്. കേരളീയ തച്ചുശാസ്ത്രമനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ലളിതവും എന്നാൽ മനോഹരവുമാണ്. പ്രതിഷ്ഠയുടെ പഴയ സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ കാഞ്ഞിരമരം പരാമർശിക്കപ്പെടുന്നു. കാഞ്ഞിരം ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിശുദ്ധ വൃക്ഷമാണ്. കാഞ്ഞിരം കയ്പുള്ളതാണെങ്കിലും ചില ദേവീദേവ സങ്കല്പങ്ങളുടെ സാന്നിധ്യത്തിൽ ഇത് മധുരമുള്ളതായി മാറുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ പൗരാണികതയുടെ ഒരു സൂചകമാണ്. ഒരു മഹാക്ഷേത്രം അതിന്റെ പ്രധാന മൂർത്തിക്കൊപ്പം മറ്റു ഉപദേവതകളെയും ഉൾക്കൊള്ളാറുണ്ട്. ഈ ഉപദേവതകൾ പ്രധാന മൂർത്തിയുടെ പരിവാരങ്ങളായി കണക്കാക്കപ്പെടുന്നു. ചാലാട് ക്ഷേത്രത്തിലും ഉപദേവതകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഏത് കാര്യവും തടസ്സമില്ലാതെ നടക്കാൻ ഗണപതിയെയാണ് ആദ്യം ആരാധിക്കേണ്ടത്. കൂടാതെ വെങ്കിലോട്ടില്ലത്തെ നമ്പൂതിരി ആദ്യം ഭഗവതിയുടെ സമീപം പ്രതിഷ്ഠിക്കാൻ പറഞ്ഞതിൽ നിന്ന് ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ പ്രധാനമാണെന്ന് മനസ്സിലാക്കാം.
പാമ്പുകാവും നാഗാരാധനയും വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവിഭാജ്യ ഘടകമായതിനാൽ നാഗദേവതകളും ഇവിടെയുണ്ട്. ചിലപ്പോൾ ഇവിടെ മറ്റു ശാസ്താവിന്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് ശക്തിമൂർത്തികളോ ഉണ്ടാകാം. ഓരോ ഉപദേവതാ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന്റെ ആകെ ചൈതന്യത്തെ കൂട്ടുന്നു. ചാലാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം കണ്ണൂരിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും സാമ്പത്തിക ബന്ധങ്ങളുടെയും പ്രതീകമാണ്. ഓരോ ക്ഷേത്രവും സജീവമാകുന്നത് അതിന്റെ ഉത്സവങ്ങളിലൂടെയാണ്. ചാലാട് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ദേശവാസികളുടെ കൂടിച്ചേരലിന്റെ വേദികളാണ്. അറബിക്കടലിന്റെ തീരത്താണ് ക്ഷേത്രം. ഇത് ക്ഷേത്രത്തിനൊരു പ്രത്യേക പ്രാധാന്യം നൽകുന്നു. സമുദ്രത്തിന്റെ ഊർജവും ശാന്തതയും ക്ഷേത്ര പരിസരത്ത് അനുഭവിക്കാൻ കഴിയും. ശാസ്താവ് ഒരു പ്രകൃതി ശക്തിയാണ്. സമുദ്രം, വനം, ദേശം എന്നിവയുടെ സംരക്ഷകനായി ശാസ്താവിനെ കാണുമ്പോൾ ആ പരിസരത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭക്തർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ചാലാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സഹസ്രാബ്ദങ്ങളുടെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആഴത്തിലുള്ള ഒരു അടയാളമാണ്. പരശുരാമന്റെ പ്രതിഷ്ഠാ സങ്കല്പത്തിൽ തുടങ്ങി ശാലാരണ്യപുരം എന്ന പൗരാണിക ദേശനാമം പേറി 5 ഊരാളന്മാരുടെ സംരക്ഷണത്തിൽ വളർന്ന് ഒടുവിൽ ഒരു ദമ്പതികളുടെ സ്വപ്നദർശനത്തിലൂടെയും പുനഃപ്രതിഷ്ഠയിലൂടെയും പുനർജനിച്ച ഈ മഹാക്ഷേത്രം അതിജീവനത്തിന്റെ ഒരു പാഠപുസ്തകം കൂടിയാണ്. അശ്വാരൂഢനായ ശാസ്താവ് ഇവിടെ വാഴുന്നത് കേവലം ഒരു ദേവനായിട്ടല്ല, മറിച്ച് ദേശത്തിന്റെ ഭരണാധികാരിയും സംരക്ഷകനുമായാണ്. ഈ ചൈതന്യം കാലാതീതമായി തലമുറകളായി വിശ്വാസികളുടെ മനസ്സിൽ ധൈര്യവും ആശ്വാസവും പകർന്നു. പയ്യൻ, വെള്ളാറ്റിൻകര, വെങ്കിലോട്ടില്ലം, കുന്നാവുമാവില തുടങ്ങിയ തറവാടുകളുടെ സാമൂഹിക ബന്ധവും ഗുരുശ്രേഷ്ഠന്റെ ഭക്തിയും വെങ്കിലോട്ട് നമ്പൂതിരിയുടെ തന്ത്രവിദ്യയും എല്ലാം ഒത്തുചേർന്നാണ് ചാലാട് ക്ഷേത്രം ഇന്നും കണ്ണൂരിന്റെ പുണ്യഭൂമിയായി നിലകൊള്ളുന്നത്.